സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലവും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ അഭിവാദനം പൗലോസായ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ എഴുതുന്നതാണ്. എല്ലാ കത്തുകളിലും ഇതെൻ്റെ അടയാളമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. വലതുയർത്തി ഹല്ലേലൂയ. സ്വരം പോരാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രതിവർത്തിക്കുന്ന സ്തുതി കൊടുത്തേ. ഇരിക്കട്ടെ, ഇരിക്കുക. ഇന്നത്തെ നമ്മുടെ വിഷയം സമാധാനം സ്വരുക്കൂട്ടി വെക്കാനുള്ളതല്ല, പങ്കുവയ്ക്കാനുള്ളതാണ്. ഉള്ളിലേക്ക് ഒതുക്കി വെക്കാനുള്ളതല്ല, അത് പങ്കുവയ്ക്കാനുള്ളതാണ്. അപ്പോഴേക്കും 2-3 ചോദ്യമുണ്ട്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇതെൻ്റെ അടയാളമാണെന്ന് പൗലോസ് പറയുകയാണ്. എല്ലാ കത്തുകളിലുമുള്ള അടയാളമാണ് സമാധാനം. കാരണം കർത്താവ് ജനിക്കുന്നതിന് മുന്നേ തന്നെ മാലാഖമാർ പറഞ്ഞു സമാധാനം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഇത് തന്നെ കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്ന് പറയുന്ന വാചകത, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം. നമുക്കില്ലാത്ത സാധനവും സമാധാനം തന്നെയാണ്. സമാധാനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അച്ഛൻ ഞങ്ങൾക്ക് സമാധാനമുണ്ട്. എന്താണ് സമാധാനം എന്ന് ചോദിച്ചാൽ, കോൺഫ്ലിക്റ്റുകളില്ലാത്തൊരവസ്ഥ, വഴക്കുകളില്ലാത്തൊരവസ്ഥ, ഇതല്ല സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം ഒരു രത്നം പോലെയാണ്. സമാധാനം ഒരു രത്നം പോലെയാണ്. ആ രത്നത്തിന് പല തലങ്ങളുണ്ട്. സമാധാനത്തിനും അങ്ങനെയാണ്, പല തലങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ല, വഴക്കൊന്നുമില്ല, സ്വസ്ഥമായിട്ട് പോകുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, മക്കളുമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിനെ സമാധാനം എന്ന് പറയാൻ പറ്റില്ല. സമാധാനത്തിൻ്റെ ഒരു തലം മാത്രമാണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം ഒരു രത്നം പോലെയാണ്. അതിന് പല തലങ്ങളുണ്ട്. രണ്ടാമതായി, സമാധാനം എന്ന് പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരവസ്ഥ, വഴക്കില്ലാത്തൊരവസ്ഥ. ചടകം എന്താണ് പറയുക, ഞാൻ തൂ മേര ചകടാകെ എന്നൊക്കെ പറയുന്നത് പോലെ തല്ലുപിടിക്കലില്ലാത്തൊരവസ്ഥ, വഴക്കിടില്ലാത്തൊരു ഡിസ്ഹാർമണി ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിട്ട്, അങ്ങനെയുള്ളൊരു സംഗതിയാണെങ്കിൽ നിങ്ങൾ പോയി സെമിത്തേരിയിൽ കിടന്നോളൂ. അവിടെ വേറെ ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അവിടെയുള്ളൊരു സമാധാനം, റെസ്റ്റ് ഇൻ പീസ്. സമാധാനം സെമിത്തേരിയിലെ സമാധാനമല്ല. സെമിത്തേരി പോയി കിടക്കുമ്പോൾ നിങ്ങൾ അവിടെ കിടക്കുന്നേ ഒരു കുഴപ്പമില്ല. ചൊക്കന്തറ ചീക്കു ചവരോ, വലിയ പറമ്പിൽ ചാക്കോ മറിയമ്മ, അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ സമാധാന സെമിത്തേരിയിലല്ല, ഇന്നാക്ടിവിറ്റിയിലല്ല, ഒന്നും ചെയ്യാത്തൊരവസ്ഥയിലല്ല, പ്രവർത്തനങ്ങളില്ലാത്തൊരവസ്ഥയല്ല. പ്രവർത്തനങ്ങളിൽ നമ്മൾ സമാധാനം കണ്ടെത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ, ഒരു സമാധാനപരമായ സാഹചര്യങ്ങൾ മാത്രം മതി എന്ന് പറയുമ്പോൾ അവിടെ കർത്താവ് പറയും, ഇൻ മീ യു ഫൈൻഡ് പീസ്. നിങ്ങൾ എന്നിലാണ് സമാധാനം കണ്ടെത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സ്വരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ സമാധാനത്തിന് 2 തട്ടുകളുണ്ട്, 2 തലങ്ങളുണ്ട്. ഒന്ന് ലംബമായിട്ടുള്ളതും 2 തിരശ്ചീനമായിട്ടും, മേലേക്കും താഴേക്കും. മേലേക്ക് പോകുന്നത് കർത്താവുമായിട്ട് ഒരു സമാധാനം ഉണ്ടാവണം. രണ്ടാമതായി എന്നോടും എൻ്റെ സഹോദരങ്ങളോടുമുള്ള ഒരു സമാധാനം ഒരു കുരിശാകൃതിയിലാണ്. നമുക്ക് സമാധാനം വേണ്ടത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സമാധാനം ഉണ്ടാവണം.
എന്നോടും മനുഷ്യരോടുമുള്ള ബന്ധത്തിലും ഒരു സമാധാനം ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുകയാണ്. സുഭാഷിതങ്ങൾ 16:7. ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. എല്ലാവരും വലത് ഉയർത്തി പറഞ്ഞേ, ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വഴികളാണ് ശരിയാക്കേണ്ടത്. നമ്മുടെ വഴികളിലാണ് സമാധാനം കിടക്കുന്നത്. അറ്റൈൻ ചെയ്യുന്ന ഒരു സാധനത്തിലല്ല, കടന്നു പോകുന്ന വഴികളിലാണ് നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത്. അവസാനം ഞാൻ സമാധാനത്തിലാകും. നമ്മുടെ ജീവിത പദത്തിൽ സമാധാനം കണ്ടെത്തിപ്പോണം. ബി ഇൻ പീസ് എവറി മിനിറ്റ് ഓഫ് യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നീ കർത്താവുമായിട്ട് ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നമ്മുടെ വഴികളിലാണ് അസമാധാനക്കേടുള്ളത്. നമ്മുടെ വഴികളിലാണ്, നാം പോകുന്ന പാത്തിൽ അസമാധാനം ഉണ്ടാകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. സ്വരത്തിൽ ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയ. നോക്കണേ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നീ ഒന്നിനെക്കുറിച്ച് ആകുലരാവേണ്ട ആവശ്യമില്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്നൊരു അമ്മച്ചി വന്ന് പറയുകയാണ്, എനിക്ക് 6 മക്കളാണ്, 4 ആണും 2 പെണ്ണും, ഒറ്റയ്ക്കേ ഉള്ളിപ്പോൾ. 74 വയസ്സ്. ഇവിടെ ഉണ്ട് ആൾ, 74 വയസ്സായി. 4 പെൺമക്കളെയും കെട്ടിച്ചു, ഒരു മൂത്ത മകനെയും കെട്ടിച്ചു. ഇളയമകൻ്റെ കല്യാണം ആയിട്ടില്ല. അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നേക്കാം. അവർ പറഞ്ഞ വാചകം ഇതായിരുന്നു, കഷ്ടപ്പാടുകൾ ധാരാളം ഉണ്ടായിരുന്നുവെച്ചാ, ധാരാളം കഷ്ടപ്പാടുണ്ടായിരുന്നേ. ഈ മക്കളുടെ എല്ലാം അപ്പൻ നേരത്തെ പോയി, ഞാൻ ഒറ്റക്ക് വളർത്തയായിരുന്നേ. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് പോകുന്ന ആ സഹോദരി, ആ അമ്മച്ചിയെ ഞാൻ വളരെ സാഗൂതം നോക്കുകയായിരുന്നു. മകനെന്ത് 36 വയസ്സോ ഇതുകൊണ്ടൊക്കെ ആയിട്ടുണ്ടെന്ന്, 30 വയസ്സൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് വരുന്ന ഒരമ്മ കണ്ണുനീരോടുകൂടെ അല്ല വന്നത്, ധൈര്യത്തോടു കൂടിയാണ് വന്നത്, തൻ്റെ ഇടത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നതും. ഇവിടെയാണ് ഒന്നിനെക്കുറിച്ചും ആകുലരാകണ്ട. നിന്റെ പ്രാർത്ഥനകൾ അപേക്ഷയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടുകൂടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ മനുഷ്യർ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തൊരു സമാധാനം ദൈവം തമ്പുരാൻ നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ലോകമാണ്. ഏത് ലോകം? വേദനയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ലോകം, വേദനയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു ലോകമാണ്. ഏത് ഡോക്ടറും പറയുന്നത് അങ്ങനെ തന്നെയാണ്. വേദന ഉണ്ടോ? എപ്പോഴും ഓർക്കേണ്ടത്, ഏതൊരു വേദനയും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് കാര്യം? ഏതൊരു വേദനയും പറയുന്നൊരു കാര്യം, നിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു സാധനം ഒടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിൽ എന്തോ സാധനത്തിന് ഒരു കുറവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ്റെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു ഒടിവുണ്ട്, എല്ലൊടിഞ്ഞിട്ടുണ്ട്.
അതുമല്ല എങ്കിൽ നിൻ്റെ ശരീരത്തിലെ ഏതോ ഒരു അവയവത്തിന് ഒരു സിക്കാണ്, അത് രോഗിയാണ്. ആമാശയം, കിഡ്നി, ഹാർട്ട്, ഇതാണ് വേദന. വേദന, പെയിൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദർ ഈസ് സംതിങ് റോങ് ഇൻ യുവർ ബോഡി. ഏതൊരു വേദനയും നമ്മോട് പറയുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, നിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു സാധനം സിക്കിലെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ സങ്കടം ഉണ്ടാകുമ്പോൾ, സമാധാനം ഇല്ലാതാകുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം, നിൻ്റെ ആത്മാവിൽ, നിൻ്റെ മനസ്സിൽ ഏതോ ഒരു സാധനം സിക്കിലെയാണ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാധനത്തിന്, ഈ സമാധാനത്തിന് ഓപ്പോസിറ്റായിട്ടൊരു വാക്കാണ് ആങ്സൈറ്റി. ആങ്സൈറ്റി ഒത്തിരി മനുഷ്യർക്കുണ്ട സംഗതികളാണ്. ഏത് നേരവും എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, അവന് ജോലി ആയില്ലല്ലോ, അവന് കല്യാണം ആയില്ലല്ലോ, അവൻ ഒറ്റതായില്ലല്ലോ, വീട് പണി ശരിയായില്ലല്ലോ, ഇങ്ങനെ ഓരോ ആങ്സൈറ്റിയാണ്. സമാധാനത്തിന് ഓപ്പോസിറ്റായുള്ള സാധനമാണ് ഈ ആങ്സൈറ്റി. ചില ആളുകളുണ്ട് ബഗിളിയ. കല്യാണം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊച്ചായ എന്ന് ചോദിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും നിൽക്കുന്നത്. അതിന് സമയം കൊടുക്ക്, സമയം എടുക്കട്ടെ. അവരുടെ സമയം കൊടുക്കില്ല. ബഗിളി എല്ലാ കാര്യത്തിനും നടക്കണില്ലല്ലോ, പിടിക്കണില്ലോ. നിങ്ങൾ ഈ ബഗിളി എടുത്തതിൻ്റെ പേരിൽ, ആങ്സൈറ്റി ഉണ്ടാകുന്നതിൻ്റെ പേരിൽ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കോ? സ്വരത്തിൽ പറ, നടക്കോ? നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപമുള്ളത് ആങ്സൈറ്റിയാണ്. ഈ ഭയങ്കരമായിട്ടുള്ള സംഘർഷങ്ങളാണ്, ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠ. ഏറ്റവും വലിയ വാക്കാത് ഉത്കണ്ഠയാണ്. സമാധാനം ഉണ്ടാകുന്നവർക്ക് ഉത്കണ്ഠ ഉണ്ടാവില്ല. ദൈവം കൂടെയുള്ളവർക്ക് ഉത്കണ്ഠ ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നോക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ സെനാറിയോ അങ്ങോട്ടൊന്ന് മാറ്റാൻ നോക്കും. മറ്റു പശുവിനെ മാറ്റിക്കെട്ടിയാൽ പശു പാല് തരും എന്ന് വിചാരമാണ്. നമ്മുടെ സമാധാനമില്ലാത്തൊരവസ്ഥ അവിടെയുണ്ട്. ആ സമാധാനമില്ലാത്തൊരവസ്ഥ ഉള്ളതിൻ്റെ പേരിൽ ആ അവസ്ഥ അങ്ങോട്ട് മാറ്റാം. എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്തൊരു അമ്പലമുണ്ട്, തൊട്ടപ്പുറത്തൊരു മോസ്കുണ്ട്, എന്തെങ്കിലും അതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറുക. മനസ്സ് മാറാതെ സ്ഥലം മാറിയിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് എല്ലാ നേരവും വന്ന് രാത്രി വന്ന് മുട്ടുന്നൊരു പിശാചാണ്. രാത്രി വന്ന് എല്ലാ നേരവും മുട്ടും കിടക്കുമ്പോൾ ഉത്കണ്ഠ. മകനെക്കുറിച്ച്, മകളെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച്, കടക്കണയെക്കുറിച്ച്, എല്ലാത്തിനെക്കുറിച്ചും ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ ഉത്കണ്ഠ വന്ന് വാതിലിൽ വന്ന് മുട്ടും നിങ്ങൾ കിടക്കുമ്പോൾ. നിങ്ങൾ കിടന്നുകൊണ്ട്, നിങ്ങൾ കട്ടിലിൽ കിടന്നുകൊണ്ട് ഉത്കണ്ഠയുമായി ഡീല് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു സീക്രട്ട് സാങ്ക്ത ഉണ്ടാവണം. സീക്രട്ട് സാന്താക്ലോസ് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ? സാന്താക്ലോസ്, അയാളുടെ പരിപാടി അയാൾ സീക്രട്ടായിട്ടല്ല ചെയ്യുക, പരസ്യമായിട്ട് വന്നിട്ടെല്ലാം ചെയ്യുന്ന ഒരാളുകളാണ് സീക്രട്ട്. പക്ഷെ ഇത് സീക്രട്ടായിട്ടൊരു സാന്ത നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളൊരു സാന്താക്ലോസ് ആവണം. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട്, ഒരുപാട് സംഗതികളുണ്ടെങ്കിലും ആരും അറിയാതെ ചെയ്യുന്ന നന്മകൾ നിങ്ങളുടെ പുറകെ കൂട്ടിന് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും അറിയാതെ ചെയ്യുന്ന നന്മകൾ നമ്മുടെ കൂട്ടിന് വരും. മത്തായി 10:13, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 13-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുക. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കുമ്പോൾ, ഇപ്പോൾ പള്ളിയിലൊക്കെ സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു പോണതാണ്. സീറോ മലബാറുകാരാണെങ്കിൽ പലപ്പോഴും ഇങ്ങനെ എടുത്തുള്ളൂ. ഇന്ന് കേട്ട ഒരു സംഗതി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയതാണ്. നമ്മുടെ കാനപ്പള്ളി അച്ഛൻ ഏതോ ഒരു പള്ളിയിലെ സീറോ മലബാർ പള്ളിയിൽ കുർബാനയ്ക്ക് ചെന്നപ്പോൾ 35 വയസ്സ് മാത്രം പ്രായമുണ്ടാകുന്ന ഒരു കൊച്ചച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. കല്യാണം കെട്ടിക്കാൻ പോയതാണ്. അച്ഛൻ പറഞ്ഞു,
കാനപ്പള്ളി അച്ഛൻ ലാറ്റിൻ അല്ലേ, ഞങ്ങളുടെ കൂടെ കുർബാനയെല്ലാം പറ്റൂല. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഞങ്ങളുടെ കൂടെ കുർബാനയെല്ലാം പറ്റൂല. അച്ഛൻ വേണമെങ്കിൽ പ്രസംഗം പറഞ്ഞിട്ട് പോയിക്കോ. കാനോൻ നിയമപ്രകാരം അങ്ങനെയല്ല. പൗരസ്ത്യ കാനോൻ നിയമപ്രകാരം അങ്ങനെയല്ല. അപ്പം അച്ഛൻ പറഞ്ഞു ഞാനിതിൻ്റെ പോണത്. അച്ഛനാരാ എന്നോട് പറയാനായിട്ട്? ഇവിടുത്തെ വികാരിച്ചനുണ്ടല്ലോ, വികാരിച്ചനോട് പറ. വികാരിച്ചൻ പിടിച്ചിട്ട് ഞാൻ വന്നേക്കണേ. വികാരിച്ചൻ അപ്പം വന്നിട്ട് പറഞ്ഞു, മറ്റേ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ കാര്യം തിരക്കിയാൽ മതി, ഇവിടെ ഞാനാണ് വികാരി. അച്ഛൻ കുർബാന കൂടും. വേണ്ടാത്ത കാര്യങ്ങൾ അച്ഛൻ തലയിടണ്ട. എന്തുമാത്രമുണ്ട് പൗരോഹിത്യത്തിലേക്കുള്ള കളങ്കങ്ങൾ. അച്ഛൻ കുർബാന കൂടണ്ട, കല്യാണം കെട്ടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ പറയണ വാചക. അച്ഛൻ കുർബാനയെല്ലാം വേണ്ടി വന്ന ആളല്ല, അപ്പുറം ഇപ്പുറം നിൽക്കാനായിട്ട് വന്നയാളാ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു സാധനം ഇതാണ്. സമാധാനമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാത്തിലും കുറ്റം കണ്ടെത്താൻ പരിശ്രമിക്കുകയാണ്. എല്ലാത്തിലും ഒരാളെപ്പോലും അടുപ്പിക്കുകയല്ല, എല്ലാവരും അടുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അടുപ്പിക്കുകയാണ് ഇപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാചകം നമ്മൾ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇപ്പം സമാധാനം അല്ല കൊടുക്കണത്, അസമാധാനമാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് കൊടുക്കുന്ന അസമാധാന. അത് മെത്രാനാവട്ടെ, മാർപ്പാപ്പയാവട്ടെ, അച്ഛന്മാരാവട്ടെ, കന്യാസിമാരാവട്ടെ, അൽമായരാവട്ടെ, നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ അസമാധാനം കൊടുക്കുക. ഒരു സമാധാനം കൊടുക്കാൻ നമ്മൾ പീസ് ബി വിത്ത് യു. നിന്റെ ഉള്ളിൽ സമാധാനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് നിനക്ക് കൊടുക്കാൻ പറ്റാത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 50-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ്. ലൂക്ക 7:50. അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടുകൂടെ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരത്തിൽ പറയുകയാണ്, അവൻ അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമാധാനം എവിടെയാണ് ഇരിക്കുന്നത്? എൻ്റെ വിഷയത്തിൻ്റെ അവസാനമാണിത്. സമാധാനം ഇരിക്കുന്നത് വിശ്വാസത്തിലാണ്. ഇവിടെ പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അപ്പോൾ വിശ്വാസം ഈസ് ഈക്വൽ ടു സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 14:27 വായിക്കുന്നതാണ്. യോഹന്നാൻ 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാവേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? കർത്താവ് ബോട്ടിൽ വെച്ച് പറയുകയാണ്, കൊടുങ്കാറ്റും കാറ്റും വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ഭയപ്പെടണോ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ? ഡോണ്ട് യു ഹാവ് ട്രസ്റ്റ് ഇൻ മീ? ഡോണ്ട് യു ഹാവ് ഫെയ്ത്ത് ഇൻ മീ? അപ്പോൾ വിശ്വാസമാണ് സമാധാനം തരുന്നത്. നിനക്ക് വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ നിനക്ക് സമാധാനം ഉണ്ടാവും. ആ വിശ്വാസമാണ് ലോകത്തിൽ എല്ലായിടത്തും പോയി, എല്ലാ സ്ഥലത്തിലും മുക്കിലും മൂലയിലും പോയി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനപ്പെടുത്തുകയും വചനം പ്രഘോഷിക്കുവാൻ വിശ്വാസം കൊടുക്കുമെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ലോകം തരുന്ന സമാധാനം സാഹചര്യങ്ങളുടെ സമാധാനമാണ്. ലോകം തരുന്ന സമാധാനം, ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന സമാധാനം സ്ട്രൈറ്റ് ഇല്ല, വഴക്കില്ല, യുദ്ധമില്ല, വഴക്കം വക്കാണില്ലാത്തൊരു സമാധാനം. അതല്ല സമാധാനം. ഫെയ്ത്ത് ഈസ് പീസ്. വിശ്വാസമാണ് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 18-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുക. 12:18. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഏറ്റു പറയുന്നു, സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ. ഹല്ലേലൂയ. നമുക്ക് സമാധാനത്തിൽ വർത്തിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നമുക്ക് പ്രതികാരം ചെയ്യാൻ ആഗ്രഹം. അവൻ എനിക്കിട്ടൊരു പണി ചെയ്തു, അവൻ എനിക്കിട്ടൊരു പാര പണിതു, അതുകൊണ്ട് ഞാനും പണിയും. അവൻ എന്തെല്ലാമാണ് ചെയ്തത്? അവൻ സ്ഥലമെടുത്തു,
മറ്റത് ചെയ്തു, മറിച്ചത് ചെയ്തു, എനിക്കും തന്നില്ല. വായിക്കുക. ഈ പ്രിയപ്പെട്ടവരെ, പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ ആ ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. കാരണം പ്രതികാരം കർത്താവിൻ്റെതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സമാധാനക്കേട് ആരംഭിക്കുന്നത് നമ്മുടെ പ്രതികാര ചിന്തയിലാണ്. നമ്മുടെ സമാധാനക്കേട് ആരംഭിക്കുന്നതും കിടക്കുന്നതും പ്രതികാര ചിന്തയിലാണ്. മനുഷ്യരോട് വിശ്വാസം ഉണ്ടാവുകയാണെങ്കിൽ പ്രതികാര ചിന്ത ഉണ്ടാവില്ല. എൻ്റെ വിശ്വാസം കർത്താവ് പ്രതികാരം ചെയ്തോളും, കർത്താവ് ചെയ്തോട്ടെ, അവനും അവൻ്റെ ദൈവമായിട്ട് കണ്ടോട്ടെ, ഞാൻ ആരാണ് അവരെ വിധിക്കാൻ എന്നുള്ള വിചാരമാണ് നമുക്കുണ്ടാവേണ്ടത് എന്നുകൂടി ഈ വിശ്വാസവും ഈ സമാധാനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനമായി, നമുക്ക് സമാധാനം ഉണ്ടാകുക വഴി, ഈ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകുക വഴി എന്തെല്ലാം ഉപകാരങ്ങളാണ് ഉണ്ടാവുക. ദൈവത്തിൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ വിശ്വാസമാണ്, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ആ അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നും നിന്നെ തൊടുകയില്ല. ഈ ഒരു ബോധ്യത്തിൽ നിന്നാണ് എന്തെല്ലാമാണ് സമാധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. സമാധാനമുള്ളവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. ശരിയാണോ ഇല്ലയോ? അപ്പോൾ പറയും, അപ്പോൾ ആശുപത്രി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ എല്ലാം ആരോഗ്യമില്ലാത്തവരാണോ? അവർക്ക് സമാധാനം ഇല്ലാത്തവരാണോ? നല്ല ആരോഗ്യം ഉണ്ടാകും. ആശുപത്രി പോലും നല്ല ആരോഗ്യത്തോടെ ആയിരിക്കും. സമാധാനകാംക്ഷികളായ ആളുകൾ, സമാധാനമുള്ളവർക്ക് എപ്പോഴും ആരോഗ്യം ഉണ്ടാവും. അവർ ആശുപത്രി കിടന്നാൽ പോലും ആശുപത്രി കിടക്കാനായിട്ട് തോന്നൂല്ലേ. ദേ ആർ എൻജോയിങ് ദിയർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനമുള്ളവര് പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്ത് കാര്യവും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. എന്ത് കാര്യവും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാവും. ഇതങ്ങനെയല്ല, എന്ത് കണ്ടാലും എന്താണ് അവിടെ എന്താണ്, ഇവിടെ എന്താണ്, എൻ്റെ കാലുമുട്ട്, എൻ്റെ തലവേദന, എൻ്റെ മുട്ടുകാല് വേദന, ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നിനെക്കുറിച്ചും പോസിറ്റീവായിട്ട് പറയില്ല, എല്ലാം നെഗറ്റീവായിരിക്കുള്ളൂ. എല്ലാം നെഗറ്റീവായിട്ട് പറയുന്ന ഏതൊരു വ്യക്തിയുടെ ഉള്ളിലും സമാധാനം ഉണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി, സമാധാനമുള്ള ആളുകൾക്കാണ് ബന്ധങ്ങൾ കൂടുതൽ ഉണ്ടാവുക. അവരിലേക്ക് ആളുകൾ അട്രാക്റ്റഡ് ആവും. നമ്മൾ മലത്തിൽ കുളിച്ചു കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മൾ കെട്ടിപ്പിടിക്കുമോ? കെട്ടിപ്പിടിക്കില്ലേ? നമ്മൾക്ക് മലമൊന്നുമില്ല, നമ്മൾ ശുദ്ധമായിട്ടിരിക്കുകയാണെങ്കിൽ ആളുകൾക്ക് വരാൻ തോന്നും. ഒരു ചോദ്യമേ ഉള്ളൂ, ഡസ് ദ സ്ട്രീറ്റ് ഡോഗ് ഫോളോ യു? തെരുവ് പട്ടികൾ നിന്റെ പിറകെ വരുന്നുണ്ടോ? സന്തോഷത്തോടുകൂടെ ഉണ്ട് എങ്കിൽ നിന്നിൽ നിന്നൊരു പോസിറ്റീവ് എനർജി എമിനേറ്റ് ചെയ്യുന്നുണ്ട്, പ്രസരിക്കുന്നുണ്ട്. ആ പട്ടികൾക്കറിയാം, ആ പൂച്ചക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ഒരു സമാധാനമുള്ളയാളാണെങ്കിൽ നിനക്ക് പ്രതീക്ഷയുണ്ടാവും, പ്രത്യാശയുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്നായിട്ട് നടക്കോളോ, അവസാനം നന്നായിട്ട്, എനിക്ക് പ്രത്യാശയുണ്ട്, എല്ലാം ശരിയാവും, എല്ലാം ശരിയാക്കും ദൈവം എന്ന പ്രത്യാശയുള്ളവന് അവൻ്റെ ജീവിതത്തിലേക്ക് സമാധാനമുണ്ടാവും. ബർന്നബാസും പൗലോസും തമ്മിലുള്ള പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. പൗത്രോസും ബർന്നബാസൊക്കെ എല്ലാം, സീലാസുമൊക്കെ എല്ലാം, പൗലോസും സീലാസൊക്കെ എല്ലാം ജയിലിലായിരുന്നു. ജയിലോ അല്ലെങ്കിൽ എണ്ണയോ തീയോ ഗളച്ഛേദം ചെയ്യലോ ഒന്നും അവരുടെ സമാധാനക്കേടാക്കിയിട്ടില്ലേ. ആ കൊന്ന പോലും സമാധാനം ഇല്ല, സമാധാനക്കേടുണ്ടാവുന്നില്ല, സമാധാനത്തോടുകൂടി മരിക്കുകയാണ്. കാരണം എൻ്റെ പ്രത്യാശ ഇവിടെയുള്ള 19 വർഷക്കാലമല്ല, 60 വയസ്സ് കഴിഞ്ഞവരൊന്ന് കൈപൊക്കിയേ. 60 വയസ്സ് കഴിഞ്ഞവർ, 70 വയസ്സ് കഴിഞ്ഞവരൊന്ന് കൈപൊക്കിയേ. 70 വയസ്സ്. ഇത്രയും പേര് കഴിഞ്ഞിട്ടൊന്ന് ഓർത്താൽ മതി. ഒരു ബോണസാണ്, ഇതൊരു ബോണസാണ്. അപ്പോൾ ഞാൻ പേടിപ്പിക്കാനാണ് അച്ഛൻ ഇങ്ങനെ വർത്തമാനം പറയണമെന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ഇവിടെ കിടക്കാൻ പോകുന്നില്ലേ? കിടക്കോ? 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ പത്രം എടുത്ത് നോക്കിയാൽ മതി, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. 62 എലിസബത്ത് കാഞ്ഞുപോയി, 65 ജോസഫ് കാഞ്ഞുപോയി. ഇത് നോക്കുകയാണെങ്കിൽ 60 മുതൽ ഇങ്ങോട്ടേക്കുള്ളവരെല്ലാം പോയിരിക്കുകയാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. ഇവിടെ തന്നെ കിടക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള കണ്ട പൈസയുടെ താക്കോലും പൂട്ടി അരയിട്ടുണ്ട് നടക്കണ്ട, ആർക്കെങ്കിലും കൊടുക്കുക.
ആർക്കെങ്കിലും കൊടുക്കും. നമുക്കൊരു വിചാരമുണ്ട് 70 വയസ്സായി കഴിഞ്ഞാൽ ഞാനിങ്ങനെ തക്കട് കൊണ്ടം പോലെ നിൽക്കുകയാണെന്ന്. കാത്തുകിട്ടി കിടക്കുന്നുണ്ട് കുറേ പുല്ല് അവിടെ സെമിത്തേരിയിൽ. അതുകൊണ്ട് എപ്പോഴും ആ ഒരു വിചാരം ഉണ്ടാവണം. ഞാനിപ്പോൾ ഇത്തരം വയസ്സാകുമ്പോഴത്തേനും ഓർക്കും, മാതാവേ എനിക്കൊരു 10 വർഷം ഉണ്ടാകുമോ, 15 വർഷം ഉണ്ടാകുമോ, 15 വർഷം ഉണ്ടെങ്കിൽ 3 ട്രാൻസ്ഫർ, ഇനി 3 ട്രാൻസ്ഫർ കൂടി ഉണ്ടാവും, 3 പള്ളി കൂടി ഇരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ അധികം താമസിയാതെ നമ്മളെല്ലാം പോകുമെന്നുള്ള ഉറപ്പുള്ളതിൻ്റെ പേരിൽ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഒരുങ്ങണം. ഇത് ഒരുക്കില്ല. 80 വയസ്സാണെങ്കിൽ 84 വയസ്സ്, 82, 70 കഴിഞ്ഞാൽ പോലും പറഞ്ഞിരിക്കുക. ഇവിടുന്ന് പോണോന്നേ. നമ്മുടെ പ്രത്യാശ ഇവിടെയല്ല, അപ്പുറത്താണ്. ആ ലോകത്തിലേക്കുള്ള പ്രത്യാശ നമുക്കുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനമായി, സമാധാനം ഒരു പകർച്ചവ്യാധി പോലെയാണ്. സമാധാനം ഒരു ഒരാൾക്കുണ്ടെങ്കിൽ അതെല്ലാവരിലേക്കും പകർന്നു കൊടുക്കണം. സമാധാനം പകർച്ചവ്യാധിയാണ്. അതാണ് ഇന്നത്തെ വിഷയമായി പറഞ്ഞത്. സമാധാനം ഉള്ളിക്കൊണ്ട് നടക്കേണ്ട സാധനം അല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കു കൊടുക്കേണ്ട സാധനമാണ്, പങ്കുവെക്കേണ്ടതാണ്. സമാധാനം ഒരു പകർച്ചവ്യാധിയാണ്. നിനക്ക് സമാധാനം ഉണ്ടാവുകയാണെങ്കിൽ നിൻ്റെ സമാധാനം, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും സമാധാനം കൊടുക്കാനായിട്ടുള്ള മനോഭാവം നമുക്കുണ്ടാവട്ടെ എന്ന പ്രത്യേകമായ പ്രാർത്ഥന ഉണ്ടാവണം. ഈ സമാധാനം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും. ഇല്ലെങ്കിൽ ആർത്തിപ്പണ്ടാരങ്ങളാണ്. കാശിനോട് മാത്രമല്ല, ഭക്ഷണത്തിനോട്, സ്വത്തിനോട്, ഇങ്ങനെയുള്ള പലതിനോടും ആർത്തിയാണ്. ആർത്തിയും സമാധാനവും പൊരുത്തപ്പെടില്ലേ. ആർത്തിയുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാത്തിലും കണ്ടൻ്റ് ആവുകയും സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമുക്ക് വിശുദ്ധ അന്തോനീസിൻ്റെ നൊവേന, എവിടെയും കണ്ടൻ്റായ, എവിടെയും സംതൃപ്തനായ ഒരാളാണ് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ. അടുക്കളയിലായിരുന്നപ്പോഴും അൾത്താരയിലായിരുന്നപ്പോഴും എവിടെയായിരുന്നപ്പോഴും സംതൃപ്തനായ ഒരു ജീവിതം സമാധാനത്തിൻ്റെ അടയാളമാണ്. നമുക്ക് ആ സംതൃപ്തമായ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും പരിശ്രമിക്കാം. സമാപനാശീർവാദത്തിലേക്കും വെഞ്ചരിക്കിലേക്കും നമ്മൾ പ്രവേശിക്കുകയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. കർത്താവാണ് നമ്മളെ സ്വതന്ത്രനാക്കുന്നവൻ. ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, അന്ധർക്ക് കാഴ്ച, കർത്താവിന് സ്വീകാര്യമായ കൃപാവത്സരം പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അയക്കപ്പെട്ട ആളാണ് ഈശോ. ഈശോയ്ക്ക് മാത്രമേ നമ്മളെ സ്വതന്ത്രരാക്കാൻ, വിടുവിക്കുവാൻ, മോചനം നൽകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാ അവസ്ഥകളെയും അവിടത്തേക്ക് സമർപ്പിച്ച് അതിൻ്റെ മേൽ വിശുദ്ധ ജലം തളിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് കെട്ടാനും അഴിക്കാനും ദൈവം കർത്താവായ യേശു ഏൽപ്പിച്ചിരിക്കുന്ന അധികാരമാണ് പൗരോഹിത്യത്തിൻ്റെ അധികാരം. അതിന് തുല്യം വെക്കാൻ ഭൂമിയിലൊരു സ്ഥാനമില്ല, അതിന് തുല്യം വരുന്ന ഒരു സ്ഥാനവുമില്ല. ആ ബോധ്യത്തോടു കൂടി നമ്മൾ വിടുതൽ പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയാണ്. 2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ എല്ലാ ജീവിത അവസ്ഥകളെയും ഓർക്കുക. നമുക്ക് വിടുതൽ ആവശ്യമുള്ള എവിടെയാണ്? തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, എത്ര വില പറഞ്ഞിട്ടും വിലയടുക്കാത്ത, വിൽപ്പന നടക്കാതെ കിടക്കുന്ന അവസ്ഥകൾ, എത്ര പരിശ്രമിച്ചിട്ടും കരകയറ്റമില്ലാത്ത സ്ഥിതി, എന്തുമാത്രം പഠിച്ചിട്ടും ഉയരാൻ പറ്റാത്ത സാഹചര്യം, ജോലി കിട്ടുന്നില്ല, തടസ്സങ്ങളുണ്ടാകുന്നു, ഒരിടത്തും സ്ഥിരത കിട്ടുന്നില്ല, സ്ഥിരമായ കാര്യങ്ങൾ നടക്കുന്നില്ല, എത്ര അധ്വാനിച്ചിട്ട് അഭിവൃദ്ധിയില്ല. ഇങ്ങനെ പലവിധ തടസ്സങ്ങളുണ്ട്. മനുഷ്യർക്ക് ബന്ധിച്ചിട്ടിരിക്കുന്ന മേഖലകളുണ്ട്. അവിടെ വിടുതലിന് കർത്താവിൻ്റെ ശക്തിയല്ലാതെ മറ്റൊരാശ്രയമില്ല. യേശുവിന് മാത്രമേ സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. ആ ബോധ്യത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയരട്ടെ, സ്വരമുയരട്ടെ, കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കരങ്ങളും ഹൃദയവും ഉയരട്ടെ. നിങ്ങളുടെ കരങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങളും ഹൃദയത്തിൽ നിങ്ങളുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന്റെ ആഗ്രഹങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഈ മക്കളിതാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ വിജയം കൊടുത്ത ആ മോശയുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഈ മക്കളും ഇതാ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കരം ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ജെറൂസലേം ഇസ്രായേലിന് വിജയം കൈവന്നതുപോലെ
ഈ മക്കളെ കുടികൊള്ളുന്ന തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന. In the name of the Father, Almighty God, Creator of heaven and earth, in the name of Jesus Christ, the only begotten Son of Lord and Savior, in the name of the Holy Spirit, the Paraclete, through the intercession of Saint Michael, the Archangel, of the ever-blessed Virgin Mary, of Saint Joseph, of the blessed apostles Peter, Paul, Saint John, Saint James, Saint Thomas, Saint George, Saint Anthony, Saint Augustine, Saint Benedict, Saint Padre Pio, Saint John Maria Vianney, and all the apostles, Saint Bernard, and all the saints, and with the authority of the priesthood conferred on me, I rebuke you with the authority of the priest. Command you every spirit of darkness and every spirit of oppression and obsession and affliction of fear, sickness, sinful bondages to depart from these people, to depart from all their places, and the places of the places to be bound and cast out the outside darkness. Let Jesus take care of you, Satan. Let Jesus set you bound to the outside darkness. In the name of Jesus, Son of the living God. In the name of Jesus, Son of the ever-blessed Virgin Mary, I challenge you. Every spell and work of darkness, I command you, Satan, to go to the feet of Jesus, to be bound and not to be dead. In the name of the Father, and of the Son, and of the Holy Spirit. Amen. പരിശുദ്ധ പരമമാ നന്നായിട്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യമേ ജീവിതം മുഴുവൻ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. കർത്താവേ, അങ്ങാണ് എന്റെ കുടുംബത്തിന്റെ നാഥനെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.
ആ പ്രാർത്ഥന ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതര രോഗാതുരന്യ സഹായകരമായ അനേകർ അങ്ങേ ദാസനെ വിശുദ്ധ അന്തോനീസിൻ്റെ പക്കലോടിയാണ് ഇന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ വിശുദ്ധൻ്റെ മധ്യശക്തി വഴി ഹൃദയ സമാധാനവുമായൊരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്രതിബന്ധിക്കുന്ന സ്തുതി കൊടുക്കുക. ഇരിക്കും ഒരു നിമിഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളുപ്പിന് 3 മണിക്കൊരു പ്രത്യേക കുർബാനയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. 3 ദിവസത്തേക്ക് വെളുപ്പിന് 3 മണിക്കാണ് ആ കുർബാനയും പ്രത്യേക പ്രാർത്ഥനയുള്ളത്. ആ കുർബാനയിൽ ലൈറ്റ് ഉണ്ടാവില്ല, മൈക്രോഫോൺ ഉണ്ടാവില്ല, തിരികളുടെ വെളിച്ചത്തിൽ മാത്രം അർപ്പിക്കപ്പെടുന്ന ഒരു കുർബാന. ചിലപ്പോൾ അത് 3 മണി മുതൽ 4 മണി വരെയൊക്കെ നീണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും അതൊരു അഭിഷേകമായി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുനാളിനോടനുബന്ധമായി 6, 7, 8 തീയതികളിൽ തിരുനാളാണ് ആറാട്ടുപടി ചാപ്പലിൽ. അതിന് മുന്നേ നമ്മളിവിടെ 3 ദിവസം. അതുപോലെ തന്നെ തടസ്സം മാറാൻ പരിശുദ്ധ കന്യകാമാതാവാണ് സാത്താൻ്റെ തലയെ തകർക്കുന്നവളാണ്. ആ പരിശുദ്ധ കന്യകാമാതാവിനെ സ്തുതിക്കായി അർപ്പിക്കപ്പെടുന്ന ബലിയിലൂടെ നമ്മുടെ കെട്ടുകൾ അഴിയും, കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ആളുകളൊക്കെ എല്ലാം ഒരുപാട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാക്ഷ്യങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല. അതായത് വായിക്കണമെന്ന് ചിലപ്പോഴൊക്കെ ബ്രദർ പറയാറുണ്ടെങ്കിലും അവർ നന്ദി പറഞ്ഞോട്ടെ എന്നുള്ളതാണ് കൂടുതൽ. സാക്ഷ്യങ്ങളിൽ നല്ലതാണ്, വായിക്കുന്നതും പറയുന്നതൊക്കെ നല്ലതാണ്. അത് പലപ്പോഴും ഒരു സംഗതിയുടെ പ്രൊക്ലമേഷന് വേണ്ടിയിട്ടാവുന്നത് നല്ലതാണ്, മാർക്കറ്റിംഗ് ആവുന്നത് നല്ലതല്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തിരി അകൽച്ച. എൻ്റെ തെറ്റായ ചിന്താഗതിയായിരിക്കാം. ഒരുപാട് പേര് വന്ന് ഈ 3 ദിവസം പ്രാർത്ഥിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ലഭിച്ച കൃപകൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെയാണെങ്കിലും ഫോൺ വിളികളിലൂടെയാണെങ്കിലും. അതൊരു തടസ്സം നിർമ്മാർജ്ജനം ചെയ്യുന്ന 3 മണി പ്രത്യേകമായി ഓളി അവർ ഓഫ് മേഴ്സിയാണ്. കരുണയുടെ മണിക്കൂറാണത്. ആ കരുണയുടെ മണിക്കൂറിൽ നമ്മുടെ കെട്ടഴിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കെട്ടൊന്നഴിച്ചതാന്നേ പറയുള്ളൂ. കെട്ടഴിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കെട്ടും കണ്ട് പോവുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിലുള്ള കെട്ട് നമ്മൾ അഴിക്കണം. ഒന്നുകിൽ ചില ബന്ധനങ്ങളായി മാറുന്നുണ്ട്. പ്രാർത്ഥനയില്ലാത്തൊരവസ്ഥ, കുമ്പസാരമില്ലാത്തൊരവസ്ഥ, അഗ്നിയിൽ ദഹിക്കാത്തത് അരുണോദയത്തിൽ ഉരുകും. ചില കെട്ടുകൾ ഭയങ്കരമായിട്ട് അഴിയണില്ല എങ്കിൽ ഓർത്തോളുക, അത് പ്രഭാതത്തിലുള്ള പ്രാർത്ഥന കൊണ്ട് അഴിയും. പ്രഭാത പ്രാർത്ഥന കുർബാനയാണ്. ആ കുർബാനയിലൂടെ എല്ലാ ദിവസവും നിങ്ങളൊന്ന് കുർബാനയ്ക്ക് പോവുകയാണെങ്കിൽ ആ കുർബാനയിലൂടെ എല്ലാ കെട്ടുകളും അഴിയും എന്നുള്ളത് നിശ്ചയമാണ്. നമുക്കെപ്പോഴും വേണ്ടത് ഈ ഒരു വിചാരം തന്നെയാണ്. ഒന്ന്, നമ്മൾ എളിമയോടുകൂടെ പ്രാർത്ഥിക്കുക. നമുക്ക് ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റും, നമ്മളായിട്ടല്ല. ദൈവം നമ്മുടെ അവസ്ഥകളെ എല്ലാം മാറ്റും. അതിന് നമ്മൾ എളിമപ്പെട്ടിരിക്കണമെന്നുള്ളതാണ്. മറ്റുള്ളവൻ്റെ വീക്ഷണഗതിയിലൂടെയും എല്ലാം നോക്കി കാണുകയും ചെയ്യണം. അങ്ങനെ പലപ്പോഴും കമ്മ്യൂണിക്കേഷനിലൂടെ വർത്തമാനം പറയാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവരോടും വഴക്കും വക്കാണുമായിട്ട് ഇരുന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രാർത്ഥന കർത്താവ് കേൾക്കൂല.
വെറുപ്പുണ്ടാവരുത്, വിദ്വേഷമുണ്ടാവരുത്. കുർബാനയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിലെന്ന് മാത്രമല്ല, ആർക്കെങ്കിലും നിങ്ങളോടുണ്ടെങ്കിൽ പോയി രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ ആ ബലിവസ്തുവിൻ്റെ മേല് നിങ്ങൾ അർപ്പിക്കുന്ന നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ ബലിവസ്തുവാണ്. നിങ്ങൾ അർപ്പിക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിലെ ആത്മാക്കളെ നിങ്ങളുടെ ബലിവസ്തുവാണ്. നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ ബലിവസ്തുവാണ്. അതിൻ്റെ മേൽ അഴുക്കുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. പുഴുക്കുത്തേൽക്കാത്ത ഫലമൂലാദികളും അതുപോലെ തന്നെ ഈ ഒരു പരിധിവരെ ഒരു ഊനമറ്റ കുഞ്ഞാടിനെയുമാണ് സമർപ്പിക്കേണ്ടത്. ഊനമറ്റ കുഞ്ഞാടിനെയും പുഴുക്കുത്തേൽക്കാത്ത ഫലമൂലാദികളും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സമർപ്പിക്കേണ്ടത് പുഴുക്കുത്തേൽക്കപ്പെടാത്തൊരു. അതുകൊണ്ടാണ് അച്ഛൻ അവിടെ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. അച്ഛൻ പറയുകയാണ്, ഇവിടെയുള്ള ആളുകളുടെ കുമ്പസാരം വളരെ സോളിഡാണ്, വളരെ ആഴമുള്ളതാണ്, അല്ലാതെ കുമ്പസാരിക്കാൻ വേണ്ടി കുമ്പസാരിക്കുന്നതല്ല എന്ന്. മാറ്റത്തിന് വേണ്ടിയുള്ള കുമ്പസാരമാണ്. അതൊക്കെ വലിയ കാര്യമാണ്. നമുക്ക് ആത്മാർത്ഥത, നിങ്ങളുടെ കെട്ടഴിഞ്ഞാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കെട്ടഴിച്ചേ മതിയാവും. അത് മദ്യപാനത്തിൻ്റെതാണോ, ഏത് മയക്കുമരുന്നിൻ്റെതാണോ, ബന്ധങ്ങളുടേതാണോ, വ്യഭിചാരത്തിൻ്റെതാണോ, അലസതയുടേതാണോ, ആർത്തിയുടേതാണോ, അഹങ്കാരത്തിൻ്റെയാണോ, അസൂയയുടേതാണോ, എടുത്ത് മാറ്റണം. വെറുപ്പുണ്ടാവാൻ പാടില്ല. ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല. വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കിട്ടൂല. കാരണം ഏത് പ്രാർത്ഥനയും ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ പുറത്ത് വെറുപ്പായി. വെറുപ്പോടുകൂടിയുള്ള പ്രാർത്ഥന കർത്താവിന് സ്വീകാര്യമല്ല. അഹങ്കാരത്തോടുള്ള പ്രാർത്ഥന കർത്താവ് സ്വീകാര്യമല്ല. അതുകൊണ്ട് ആരോടെങ്കിലും വെറുപ്പും വിരോധവും വൈരാഗ്യവും വിദ്വേഷമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. നമുക്ക് എണീറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ, അതിനൊരു സ്തുതിക്കാൻ ഒരു കൃപ വേണം. എല്ലാവരും എണീക്കുക. കർത്താവിനെ സ്തുതിക്കാനായിട്ടൊരു കൃപ വേണം, എളിമപ്പെട്ടൊരു കൃപ. നിങ്ങൾ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ അവരോട് എല്ലാവരോടും ക്ഷമിക്കുക. നിന്റെ ഹൃദയത്തിലുള്ള എല്ലാവരോടും ക്ഷമിക്കുക. എല്ലാവരോടും ആരോടും വെറുപ്പുണ്ടാവാതിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും, ഉറപ്പാണ്. കരങ്ങളടിച്ച് ഒരു പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ബ്രദർ അതിന് നിങ്ങളെല്ലാവരെയും ഗൈഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്.